എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിരുചി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് ഒരു കസ്റ്റാർഡ് മാംഗോ പുഡിംഗ് ആണ്. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന് അത്രയധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിന് ആദ്യം തന്നെ നമുക്ക് കസ്റ്റാർഡ് ഉണ്ടാക്കണം, അല്ലാതെ മറ്റൊരു കുക്കിങ്ങിൻ്റെ ആവശ്യമൊന്നും ഇതിലില്ല. സാധാരണ നമ്മൾ ചെയ്യുന്ന പുഡിങ്ങിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പുഡിങ്ങാണിത്. ഇനി ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നമുക്ക് കാണാം. ആദ്യം തന്നെ വേണ്ടത് അരക്കപ്പ് കസ്റ്റാർഡ് പൗഡറാണ്. ഞാനിവിടെ വാനില കസ്റ്റാർഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി വേണ്ടത് 2 കപ്പ് പാല്, പിന്നെ വേണ്ടത് ഒരു 1/4 കപ്പ് ഷുഗറാണ്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ എടുത്തു വെച്ച പാലിൽ ഒരു 1/4 കപ്പ് മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ളത് പഞ്ചസാരയും കൂടി ഇട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി നമ്മൾ മാറ്റി വെച്ച തണുത്ത പാല് ഈ കസ്റ്റാർഡിലേക്ക് ഒഴിച്ച് നന്നായി അതൊന്ന് കട്ടയൊന്നുമില്ലാതെ കലക്കിയെടുക്കണം. തണുത്ത പാല് മാത്രമേ ഇതിലേക്ക് ഒഴിക്കാൻ പാടുള്ളൂ. ഒരിക്കലും കസ്റ്റാർഡ് പൗഡർ നേരിട്ട് തന്നെ ചൂടായ പാലിലേക്ക് ഒഴിക്കാൻ പാടില്ല. മുഴുവനും കട്ടിയായി നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. ഇപ്പോൾ പാല് നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി കുറച്ചായി കസ്റ്റാർഡ് ഇതിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ ഇതിലേക്ക് കസ്റ്റാർഡ് പൗഡർ കലക്കിയത് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് നിർത്താതെ ഇളക്കി കൊടുക്കണം. ഇത് നന്നായി ഒന്ന് ടൈറ്റായി വരുന്ന സമയമാകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ആക്കണം. അതിനുശേഷം ഇത് മാറ്റി വെക്കുക. ഇനി വേണ്ടത് 1 കപ്പ് പഴുത്ത മാങ്ങയാണ്. ഇത് നമുക്കൊന്ന് നന്നായി വെള്ളമൊന്നും ഒഴിക്കാതെ നന്നായി ഒന്ന് ജ്യൂസാക്കി എടുക്കണം. മാങ്ങ നമ്മൾ അടിച്ചെടുക്കുമ്പോൾ ഇതുപോലെ നല്ല കട്ടിയായി തന്നെ കിട്ടണം. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം. നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച കസ്റ്റാർഡ് ഒന്ന് തണുത്തതിന് ശേഷം അതും ഫ്രിഡ്ജിൽ വെച്ച് ഒരു അരമണിക്കൂർ തണുപ്പിച്ചെടുക്കണം. അതുപോലെ തന്നെ ഈ മാങ്ങ അടിച്ചതും ഫ്രിഡ്ജിൽ വെച്ച് നന്നായി ഒന്ന് തണുപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് ഈ പുഡിംഗ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിന് ആദ്യം തന്നെ വേണ്ടത് ഒരു ഗ്ലാസ്സിലേക്ക് നമ്മൾ എടുത്തു വെച്ച മാംഗോ, അതിൻ്റെ ആദ്യത്തെ ലെയർ നല്ല കട്ടിയായി 2 ടേബിൾ സ്പൂൺ മാംഗോ ചേർക്കുക. അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച കസ്റ്റാർഡ് അതിൻ്റെ മുകളിലേക്ക്, പിന്നെയും മാംഗോ, അങ്ങനെ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുക. ഏറ്റവും മുകളിലായി കുറച്ച് ചോക്ലേറ്റ് സോസ് ഒഴിച്ച് ഞാനിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ പുഡിംഗ് എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് എല്ലാവരും കണ്ടല്ലോ. അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. നല്ലൊരു നോമ്പ് തുറ സ്പെഷ്യൽ പുഡിംഗായി എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലേക്ക് കൂടി അറിയിക്കുക. ദയവ് ചെയ്ത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.